ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാർ ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഐവിനെ കാർ ഇടിപ്പിച്ചത്. കാറിനടിയിൽപ്പെട്ട ഐവിനെ 37 മീറ്റർ വലിച്ചിഴച്ചെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുകയാണ്. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായി ചേരുന്നു. സ്നേഹ, ഏതെങ്കിലും തരത്തിൽ നാടിന് കാവലാകേണ്ട ആളുകളുടെ ഭാഗത്ത് നിന്നാണ് ഈ അതിക്രൂരമായ കൊലപാതകമുണ്ടായത്. അത് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണ് റിമാൻഡ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം? അക്ഷയ, പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തായപ്പോൾ ഐവിൻ ജിജോയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച, അതായത് ഒരു ദിവസം മുന്നേ രാത്രി 10 മണിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കാർ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, കാർ ഉരസിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നിസ്സാരമായി തീരേണ്ട തർക്കം, അതിനുണ്ടായ വാക്കേറ്റം, അതേ തുടർന്നാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ തർക്കമുണ്ടാകുന്ന സമയത്ത് ഐവിൻ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കാറിൽ ഈ പ്രതികൾ കയറി പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വന്നതിന് ശേഷം മാത്രം പോയാൽ മതി എന്ന് ഐവിൻ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ഈ പ്രതികളെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഐവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒന്നാം പ്രതി വിനയ് കുമാറും അതുപോലെ തന്നെ ഈ രണ്ടാം പ്രതി മോഹനും കൊടുത്തിനെ കാറിനുള്ളിൽ കയറുകയും ഈ പ്രതികൾ ഐവിനെ ഇടിക്കുകയും ചെയ്തത്. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണ ഐവിൻ ബോണറ്റിൽ വീഴുകയായിരുന്നു. അതിനുശേഷം 1 കിലോമീറ്ററോളം ഐവിനെ ബോണറ്റിലിട്ട് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം മനഃപൂർവ്വം ബ്രേക്ക് പിടിച്ച് ഐവിനെ ബോണറ്റിൽ നിന്നും ഈ താഴേക്ക് ഇടുകയായിരുന്നു. ഐവിൻ ഈ ബ്രേക്ക് പിടിച്ചതിൻ്റെ ഈ ആഘാതത്തിൽ ഐവിൻ റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. അതിനുശേഷവും ഏകദേശം ഒരു 37 മീറ്ററോളം ഈ ഐവിൻ കാറിനടിയിൽപ്പെട്ട ഈ ഐവിനെ ഈ പ്രതികൾ വലിച്ചു കൊണ്ടുപോയി എന്നാണ് ഈ ഞെട്ടിക്കുന്ന ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൊലപ്പെടുത്തണം എന്ന മനഃപൂർവ്വം ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതികൾ ഇത്തരത്തിലുള്ള ഈ ക്രൂരകൃത്യത്തിൽ ഏർപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് പ്രതികളെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിനുശേഷം ഈ മാസം 29 വരെ 14 ദിവസത്തേക്ക് പ്രതികളെ